വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഐവൈഎഫിന്റെ നേതൃത്വത്തിൽ കെഎസ്ഇബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എസ് രാജേന്ദ്രനെ ഉപരോധിച്ചു. പബ്ലിക് ലൈബ്രറിക്ക് സമീപത്തെ ഓഫീസിൽ തിങ്കളാഴ്ച പകൽ 3:30 ഉപരോധം. 30ഓളം വരുന്ന എഐവൈഎഫ് പ്രവർത്തകരാണ് ഉപരോധ സമരം തീർത്തത്. രഹസ്യമായിട്ടുള്ള സമരമായതിനാൽ പോലീസും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഓഫീസ് മുറിയിൽ കയറിയതിനു ശേഷമാണ് കൊടിയുയർത്തി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത്. ഉപരോധിച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് എത്തിയത്. തുടർന്ന് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഉപരോധ സമരം ജില്ലാ പ്രസിഡന്റ് ടി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജിന്റെ വർധനവുമായി ബന്ധപ്പെട്ട് സമരത്തിലേക്ക് കൂടുതൽ അജിറ്റേറ്റീവായി പോകാൻ പോവുകയാണ്. ഇന്ന് ഭരണസിരാകേന്ദ്രമായ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് എഐവൈഎഫിന്റെ പ്രവർത്തകർ ആര്യാടന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറിക്കൊണ്ട് ആര്യാടനെ കരവേദി വെച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കേരളത്തിൽ മുഴുവനായി ഈ സമരം കത്തിപ്പടരാൻ പോവുകയാണ്. കേരളത്തിൽ എഐവൈഎഫിന്റെ നേതൃത്വത്തിൽ കത്തിക്കടരാൻ പോകുന്നു. 10 വർഷം മുമ്പുള്ള എഐവൈഎഫിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും നടപ്പിലാക്കിയ വൈദ്യുതി ചാർജ് എങ്ങനെയാണോ ഈ കേരളത്തിൽ പിൻവലിപ്പിച്ചത് എന്ന തരത്തിലേക്കുള്ള സമരത്തിലേക്ക്, ഞങ്ങൾ തീഷ്ണമായ സമരത്തിലേക്ക് എഐവൈഎഫ് പോകാൻ പോകുന്നു. വരുന്ന ആളുകളിൽ അനിൽ എസ് കല്ലേലി ഭാഗം, CP പ്രദീപ്, ജഗജീവൻ ലാലി, എം മനോജ്, പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.